Morning to all. Today we are going to discuss about French Revolution. As we learn, when we discussing a revolution, we should know three things. What was the cause, what was the cause, and what was the result. So in this topic, we need to learn three things. First is, what is the cause of French Revolution? And second is, what is the cause of French Revolution? And third is, what are the results of French Revolution? Okay. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ളത് 1789 നമ്മൾ തൊട്ടു മുൻപ് പഠിച്ച അമേരിക്കൻ വിപ്ലവത്തിൽ നമ്മൾ മനസ്സിലാക്കി ഒരു വിപ്ലവം പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് 3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒന്നാമത് അതിന്റെ കാരണം എന്താണ്, രണ്ടാമതായിട്ട് അതിന്റെ ഗതി എന്താണ്, മൂന്നാമതായിട്ട് അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്. And today we are going to discuss about what is the cause of French Revolution, or what are the reasons that led to French Revolution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 3 ടോപ്പിക് മാത്രമാണ്, ഈ വിപ്ലവത്തിന്റെ കാരണം മാത്രമാണ്. Okay, let me check. What are the causes that led to French Revolution? Okay, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, what are the causes that led to the French Revolution എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമ്മൾ അമേരിക്കൻ റെവല്യൂഷൻ പറഞ്ഞ പോലെ ഒരൊറ്റ പോയിന്റിൽ അവസാനിക്കുന്നതല്ല ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസ്. മെയിൻലി 3 causes that led to French Revolution. 3 കാരണങ്ങളുണ്ട്. First one is the social causes, second one is political causes, third one is intellectual causes. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, the causes of the revolution can be divided into 3. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 3 ആയിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്നാമത്തെ സാമൂഹിക കാരണങ്ങൾ, രണ്ടാമത്തെ രാഷ്ട്രീയ കാരണങ്ങൾ, മൂന്നാമത്തെ ദാർശനിക കാരണങ്ങൾ. These are the 3 causes that led to French Revolution. ഇതിന് ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഒന്നാമത്തെ, what was the social cause? എന്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സാമൂഹിക കാരണം? The social cause was what? The social division of French society. അതിന്റെ സാമൂഹിക കാരണം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ സമൂഹത്തെ എന്ത് ചെയ്തിരുന്നു, സമൂഹത്തിലൊരു അസമത്വം ഉണ്ടായിരുന്നു, ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു എന്ത്, അതിന്റെ സോഷ്യൽ കോസ്. രണ്ടാമത്തെ, what was the political cause? എന്താണ് അതിന്റെ രാഷ്ട്രീയ കാരണം എന്നാണ്, വിപ്ലവത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്, ഡെസ്പോട്ടിക് കിങ്ഷിപ്പ് ആണ്. അതായത് അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ദുർഭരണമാണെന്ന് പൊളിറ്റിക്കൽ കോസ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണം. മൂന്നാമത്തെ എന്താണ്, what was the intellectual cause? എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ദൈക്ഷണിക കാരണങ്ങൾ എന്നുള്ളത്, എന്താണ്, the influence of thinkers, ചിന്തകന്മാരുടെ സ്വാധീനമാണെന്ന് വിപ്ലവത്തിന്റെ ഇന്റലക്ച്വൽ കോസ്. So these are the 3 causes that led to our French Revolution. ഫ്രഞ്ച് വിപ്ലവത്തിന് 3 കാരണങ്ങളുണ്ട്. First one is social cause, second one is political cause, and third one is intellectual cause. The social cause is what? The social division of French society was the social cause. Political cause is what? The despotic kingship was the political cause. And intellectual cause is what? The influence of thinkers. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം, ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓരോന്നും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, വാട്ട് വാസ് ദ സോഷ്യൽ കോസ്, അല്ലെങ്കിൽ ഹൗ സോഷ്യൽ ഡിവിഷൻ ലെഡ് ടു ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് വാസ് ദ സോഷ്യൽ കോസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. എന്താണ് വിപ്ലവത്തിന്റെ സാമൂഹിക കാരണം? നമ്മൾ പറഞ്ഞു വാട്ട് വാസ് ദ സോഷ്യൽ കോസ്. The social division of French society was the social cause. ആ ഫ്രാൻസിലെ സമൂഹത്തെ എന്ത് ചെയ്തിരുന്നു, ഇങ്ങനൊരു അസമത്വം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവേചനം ഉണ്ടായിരുന്നു. ആ ഒരു വിവേചനം തന്നെയാണ് എന്തിന്റെ കാരണം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സോഷ്യൽ കോസ് അല്ലെങ്കിൽ സാമൂഹിക കാരണം. ഇനി എന്താണ് ആ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഡിവിഷൻ അല്ലെങ്കിൽ ആ അസമത്വം എന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ അതിൽ മനസ്സിലാവുന്നുണ്ട്, see that during the time of French Revolution the French society was divided into 3. First, a state
സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ സമൂഹത്തെ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഇങ്ങനെ 3ആയിട്ട് എന്ത് അവിടുത്തെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിരുന്നു. ഇനി എന്താ അതിലുള്ള പ്രശ്നം നോക്കാം. The first estate includes whom? Clergy. And second estate consists whom? Nobles. And the remaining sections were included in the third estate. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആര് മാത്രമായിരുന്നു? പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പുരോഹിതന്മാർ, അതായത് ക്ലർജി. രണ്ടാമത്തെ എസ്റ്റേറ്റില് ആരായിരുന്നു? അവിടുത്തെ പ്രധാന പ്രഭുക്കന്മാർ മാത്രമായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റില്. മൂന്നാമത്തെ എസ്റ്റേറ്റിലോ മിഡിൽ ക്ലാസ്, പെസൻസ്, ലേബേഴ്സ്, അതായത് അവശേഷിക്കുന്ന എല്ലാ ആളുകളും ഉൾപ്പെട്ടത് ഏത് എസ്റ്റേറ്റിലാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. ഇറ്റ് വാസ് ദ സോഷ്യൽ ഡിവിഷൻ existed in France during the time of French Revolution. ഇനി ഇതെങ്ങനെ പ്രശ്നമായി നോക്കാം. The first two estate considered as the privileged class and third estate is considered as the unprivileged class. First two estate എങ്ങനെ കൺസിഡർ ചെയ്തിരുന്നു? എല്ലാ അവകാശങ്ങളുള്ള ക്ലാസ് ആയിരുന്നു അവര്, പ്രിവിലേജ്ഡ് ക്ലാസ് ആയിരുന്നു. എന്നാൽ തേർഡ് എസ്റ്റേറ്റ് എന്തായിരുന്നു? അൺപ്രിവിലേജ്ഡ് ക്ലാസ് ആയിരുന്നു. എന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഈ ഫസ്റ്റ് ടു എസ്റ്റേറ്റ് എന്തേ ഉണ്ടായിരുന്നുള്ളൂ? മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 5% ഉള്ളൂ. എന്നാൽ തേർഡ് എസ്റ്റേറ്റോ ബാക്കി 95% ആളുകളും ഏതിലാണ് ഉൾപ്പെടുന്നത്? തേർഡ് എസ്റ്റേറ്റിലാണ് ഉൾപ്പെടുന്നത്. പക്ഷെ ആരാ പ്രിവിലേജ്ഡ് ക്ലാസ്? ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും. അവർക്കാണ് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്നത്. So they followed very luxurious life. അവർക്ക് അധികാരമുള്ളത് കൊണ്ട് തന്നെ the first two estate followed very extravagant life or luxurious life. To follow this luxurious life, they imposed. That means the first two estate imposed a lot of exploitations over third estate. എല്ലാ അധികാരങ്ങളും അവകാശങ്ങളുള്ള ഏത് എസ്റ്റേറ്റിനാണ്? ഫസ്റ്റ് ടു എസ്റ്റേറ്റിനാണ്. ജനസംഖ്യ എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 5% മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെന്താ ചെയ്തത്? അധികാരം കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ഫോളോ ചെയ്യണം? വളരെ ആഡംബര ജീവിതമാണ് നയിച്ചിട്ടുണ്ടാകുന്നത്. ആ ആഡംബര ജീവിതം നയിക്കാൻ അവർക്ക് എന്ത് വേണം? പണം വേണം. ആ പണം കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവർ അധികാരം ഉപയോഗിച്ചിട്ട് they imposed a lot of exploitations over the third estate. തേർഡ് എസ്റ്റേറ്റിനെ പോലെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് എന്ത് ചെയ്തു? ഇമ്പോസ് ചെയ്തു. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ്, ഒരുപാട് നികുതികൾ അവർ എന്ത് ചെയ്തു? ഇമ്പോസ് ചെയ്തു. ടെക്സ്റ്റിൽ പറയുന്നുണ്ട് തിതേ, തൈലേ, ഇങ്ങനത്തെ ഒരുപാട് ടാക്സുകളൊക്കെ എന്ത് ചെയ്തു? ഇമ്പോസ്ഡ് ഓവർ തേർഡ് എസ്റ്റേറ്റ്. അങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ കൂടി വന്നപ്പോ the third estate started to protest against the exploitation. അതിനെതിരെ ആര് പ്രൊട്ടസ്റ്റ് ചെയ്തു? തേർഡ് എസ്റ്റേറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തു. ആ പ്രൊട്ടസ്റ്റ് ആണ് എന്തായിട്ട് മാറിയത്? ഫ്രഞ്ച് റെവല്യൂഷൻ ആയിട്ട് മാറിയത്. അപ്പൊ ആരാ റെവല്യൂഷണറീസ്? തേർഡ് എസ്റ്റേറ്റ്. ആർക്കെതിരെ റെവല്യൂഷൻ നടത്തിയത്? ഫസ്റ്റ് ടു എസ്റ്റേറ്റിനെതിരെ. ഇറ്റ് വാസ് ദ സോഷ്യൽ കോസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതാണ് എന്താ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സോഷ്യൽ കോസ്. ഒന്നുകൂടെ പറയാം. During the time of French Revolution, the French society was divided into 3 estates. First estate, second estate, third estate. The first estate includes whom? Clergy. Second estate, nobles. And the remaining sections were included in the third estate. But first two estates, they were considered as the privileged class and third was unprivileged class. So, first two estate controlled all the administrative powers and rights. So they followed very luxurious or extravagant life. To follow the luxurious life, the first two estates imposed a lot of exploitations, a lot of taxes over whom? Third estate. Due to this illegal taxation or due to these exploitations, who started to protest? The third estate started to protest against whom? First to estate. That protest led to what? French Revolution. It was the social cause. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് മൂന്നായി തിരിച്ചിരുന്ന ഫ്രഞ്ച് സൊസൈറ്റിയെ
ഒന്നാമത്തെ സ്റ്റേറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്. അതിലെന്തുണ്ടായിരുന്നു? ഒന്നാമത്തെ സ്റ്റേറ്റിലെ പുരോഹിതന്മാരാണ്, രണ്ടാമത്തെ പ്രഭുക്കന്മാരാണ്, ബാക്കി വരുന്നവരൊക്കെ എന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ്. എന്നാൽ എല്ലാ അധികാരന്മാർക്കായിരുന്നു 1, 2 എസ്റ്റേറ്റിനായിരുന്നു. അത് ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? ആർഭാട ജീവിതം നയിച്ചു. ആ ആർഭാട ജീവിതം നയിക്കാൻ അവർക്ക് പണം ആവശ്യമായിരുന്നു. പണം കിട്ടാൻ ആരെങ്കിലും ചൂഷണം അടിച്ചേൽപ്പിച്ചു. ഏറ്റവും കൂടുതൽ ആളുകളുള്ള മൂന്നാമത്തെ സ്റ്റേറ്റിന് മേലെ ചൂഷണം അടിച്ചേൽപ്പിച്ചു. സ്വാഭാവികമായിട്ടും ചൂഷണങ്ങൾക്കെതിരെ ആരും പ്രതികരിച്ചു? മൂന്നാമത്തെ സ്റ്റേറ്റ് പ്രതികരിച്ചു. ആ പ്രതികരണങ്ങൾ എന്തായിട്ട് മാറി? വിപ്ലവമായിട്ട് മാറി. അതാണ് എന്താ? ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ഇതാണ് വിപ്ലവത്തിന് എന്ത് കാരണം? സാമൂഹിക കാരണം. Okay, so we learned what was the social cause of French Revolution. So the next cause is what? The political cause. What was the political cause of French Revolution? The political cause was what? The despotic kingship. അപ്പൊ നോക്കാം, നമ്മൾ രണ്ടാമതായിട്ട് ചർച്ച ചെയ്യുന്ന ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഏതാണ്? വിപ്ലവത്തിന്റെ രാഷ്ട്രീയ കാരണമാണ്. നമുക്കറിയാം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണവുമായി ബന്ധപ്പെട്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അതിന്റെ രാഷ്ട്രീയ കാരണം? അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ദുർഭരണമാണെന്ത്? ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ രാഷ്ട്രീയ കാരണം. That was the political cause. ഇനി എന്താണ് ഡെസ്പോട്ടിക് കിങ്ഷിപ്പ് എന്ന് നോക്കാം. എന്താണ് ഫ്രാൻസിലെ ഭരണാധികാരികളുടെ ഡെസ്പോട്ടിക് കിങ്ഷിപ്പ് എന്ന് നോക്കാം. See, during the time of French Revolution, France was ruled by which dynasty? Bourbon dynasty. ഈ വിപ്ലവ സമയത്ത് ഫ്രാൻസിൽ ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? ബോർബൺ രാജവംശമാണ്. And the kings were known as what? The kings ആയിട്ട് റൂളേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ലൂയി കിങ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ വിപ്ലവ സമയത്ത് ഫ്രാൻസിൽ ഭരിക്കുന്ന രാജവംശം ബോർബൺ രാജവംശമാണ്. അവിടുത്തെ ഭരണാധികാരികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലൂയി രാജാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്ക് ഒരുപാട് ലൂയി രാജാക്കന്മാരെ കുറിച്ചൊന്നും പഠിക്കാനില്ല. ഈ ലൂയി രാജാക്കന്മാർക്ക് മൊത്തത്തിൽ ഒരു പൊതുവായ പ്രത്യേകത ഉണ്ടാകും. അതൊന്ന് പഠിക്കണം നമുക്ക്. എന്താന്ന് വെച്ചാല് ഈ ലൂയി കിങ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു? All the Bourbon kings were strongly believed in divine right theory of kingship. ഈ ലൂയി രാജാക്കന്മാരൊക്കെ ഒരു തിയറിയില്, ഒരു സിദ്ധാന്തത്തിൽ അമിതമായിട്ട് വിശ്വസിച്ചിരുന്നു. The all Bourbon kings were strongly believed in divine right theory of kingship. ആ സിദ്ധാന്തത്തിന്റെ പേരാണെന്ത്? ദേവദത്ത സിദ്ധാന്തം. ദേവദത്താധികാര സിദ്ധാന്തം. എന്താ അതിനകത്ത് പറയുന്നത്? ആ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കിങ് ഈസ് അപ്പോയിന്റഡ് ബൈ ഗോഡ്. Our king is the representative of God and king is only answerable to the God. ഈ ബോർബൺ രാജാക്കന്മാരൊക്കെ ദേവദത്താധികാര സിദ്ധാന്തത്തിൽ അമിതമായിട്ട് വിശ്വസിച്ചിരുന്നു. ആ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? രാജാവ് ആരുടെ പ്രതിപുരുഷനാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. രാജാവിനെ നിയമിക്കുന്നത് ആരാണ്? ദൈവമാണ്. And the king is only answerable to the God. കിങ് ആരോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി? ദൈവത്തോട് മാത്രം. ഈ ഒരു സിദ്ധാന്തമാണ് ഡിവൈൻ റൈറ്റ് തിയറി ഓഫ് കിങ്ഷിപ്പ്, ദേവദത്താധികാര നിയമം. ഇതിൽ അമിതമായി വിശ്വസിച്ചിരുന്നു ഏത് രാജാക്കന്മാര്? ലൂയി കിങ്സ്. അതുകൊണ്ട് തന്നെ എല്ലാ ലൂയി കിങ്സും എന്താ ചെയ്തത്? അവരൊക്കെ എന്ത് ചെയ്തു? ഫോളോ വെരി ലക്ഷൂറിയസ് ഓർ എക്സ്ട്രാവജന്റ് ലൈഫ്. എല്ലാവരും വളരെ ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നത്. So many times the French Parliament criticized whom? The Louis Kings. പല തവണ എന്ത് ചെയ്തു? ഇവരുടെ ഈ ഒരു ആർഭാട ജീവിതത്തെ, ഈ ഒരു ഇമ്മോറൽ ലൈഫിനെ എന്ത് ചെയ്തു? അവിടുത്തെ പാർലമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രഞ്ച് പാർലമെന്റ് ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ രാജാക്കന്മാർ എന്താ വിശ്വസിക്കുന്നത്? അവരെ ചോദ്യം ചെയ്യാനൊന്നും ആർക്കും അവകാശമില്ല. ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലൂയി രാജാക്കന്മാർ. അങ്ങനെ നിരന്തരം ഈ ഫ്രഞ്ച് പാർലമെന്റ് ക്രിട്ടിസൈസ് ചെയ്തപ്പോ they dissolved the parliament. അവരെന്തിനെ പിരിച്ചുവിട്ടു? ഈ പാർലമെന്റിനെ പിരിച്ചുവിട്ടു. അങ്ങനെ പാർലമെന്റ് ഒന്നും ഉണ്ടാകില്ല പിന്നീട് ഇവിടെ ഫ്രാൻസിൽ. ഇനി നമുക്ക് വേണ്ടത് 3 ലൂയി രാജാക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ ലൂയി 14 ആണ്, രണ്ടാമത്തെ ലൂയി 15 ആണ്, മൂന്നാമത്തെ ലൂയി 16 ആണ്. ഇവരെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരം കിട്ടും? എങ്ങനെ റെവല്യൂഷൻ ഉണ്ടായി എന്ന ഉത്തരം കിട്ടും. അപ്പൊ നോക്കുക, ഫസ്റ്റ് ലൂയി 14. ലൂയി 14 വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു വചനമുണ്ട്, അതിലൊരു പ്രസ്താവനയുണ്ട്. എന്താണ്? ഐ ആം ദ സ്റ്റേറ്റ്.
ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ആളാണ് ലൂയി 14. അങ്ങനെ പറഞ്ഞ അദ്ദേഹം എന്താ ചെയ്തത്? ഹി യൂട്ടിലൈസ്ഡ് ദ കംപ്ലീറ്റ് വെൽത്ത് ഫോർ ഇറ്റ്സ് ഓൺ ഡെവലപ്മെന്റ്. അദ്ദേഹം അവിടുത്തെ മുഴുവൻ സമ്പത്ത് ഉപയോഗിച്ചു എന്തിന്? അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ആര്? ലൂയി 14. കാരണം അദ്ദേഹം എന്താ പറയുന്നത്? ഞാനാണ് രാഷ്ട്രം, എന്റെ വളർച്ചയാണ് രാഷ്ട്രത്തിന്റെ വളർച്ച എന്നുള്ളത്. ഹി യൂട്ടിലൈസ്ഡ് ദ കംപ്ലീറ്റ് വെൽത്ത് ഓഫ് ദ ട്രഷറി ഫോർ ഹിസ് ഓൺ ഡെവലപ്മെന്റ്. അദ്ദേഹത്തിന്റെ വികസനത്തിന് അവിടുത്തെ മൊത്തം സമ്പത്താണ് ഉപയോഗിച്ചു. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായത്? ദ ട്രഷറി ബിക്കം എംപ്റ്റി. അവിടുത്തെ ഖജനാവ് എന്തായി? കാലിയായി. ആരുടെ ഭരണം കൊണ്ട്? ലൂയി 14 ഭരണം കൊണ്ട്. ട്രഷറി കാലിയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്രാൻസ് എന്ത് ചെയ്തു? thrown into huge financial crisis because of whom? Because of the rule of Louis 14. അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണം കൊണ്ട് എന്ത് ചെയ്തു? ആ ഒരു ഡെസ്പോട്ടിക് റൂൾ കൊണ്ട് എന്ത് ചെയ്തു? ഫ്രാൻസ് thrown into huge financial crisis. ഫ്രാൻസ് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തി. അതിനുശേഷം വന്ന ഭരണാധികാരിയാണ് ആര്? ലൂയി 15. അദ്ദേഹം വരുമ്പോ എന്താ അവസ്ഥ? ലൂയി 14 ഉണ്ടാക്കി വെച്ച സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ട്, ഫ്രാൻസിലുണ്ട്. ഈ സമയത്താണ് ലൂയി 15 വരുന്നത്. പക്ഷേ he didn't take any measure to overcome that financial crisis. ആ ക്രൈസിസിനെ മറികടക്കാൻ ഒരു എഫേർട്ടും ആരെടുക്കുന്നില്ല. ലൂയി 15 എടുത്തില്ല. കാരണം എന്താണ്? he stated that, അദ്ദേഹം എന്താ പറയുന്നത്? തനിക്ക് ശേഷം പ്രളയമാണ്. ലൂയി 15 എന്താ പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയമാണ്. അപ്പൊ ഇനി ഒരു ജനറേഷനോ അല്ലെങ്കിൽ ഒരു സമൂഹം, ഇനി ഒരു ആളുകളൊന്നും ഇല്ല, ഒന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ലൂയി 15 പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അവശേഷിക്കുന്ന ട്രഷറിയിൽ അവശേഷിക്കുന്ന ആ ലേശം സമ്പത്തും കൂടി അദ്ദേഹം ചെയ്തു അവിടെ ഉപയോഗിച്ചു. എന്തിന്? അദ്ദേഹത്തിന്റെ ആർഭാട ജീവിതത്തിന്. become more severe, കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറിയത് അവിടുത്തെ ക്രൈസിസ്. നിലവിൽ ഓൾറെഡി ഫിനാൻഷ്യൽ ക്രൈസിസ് എന്തായാലും ഭരണം കൊണ്ട്? ലൂയി 14 ഭരണം കൊണ്ട്. അത് ഒന്നുകൂടി സിവിയർ ആയിരുന്ന ഭരണം കൊണ്ട്? ലൂയി 15 ഭരണം കൊണ്ട്. നെക്സ്റ്റ് റൂളറാണ് അവിടെ ലൂയി 16. അദ്ദേഹത്തിന്റെ കാലത്താണ് ഫ്രാൻസിലെ വിപ്ലവം നടന്നിട്ടുള്ളത്. അതെന്താ നോക്കുക. ലൂയി 16 വന്ന സമയത്താണ് ഫ്രാൻസ് ഈസ് ഫേസിംഗ് ഹ്യൂജ് ഫിനാൻഷ്യൽ ക്രൈസിസ്. എന്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം? വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറിയുന്നത് ലൂയി 16 വന്നത്. അദ്ദേഹം ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടു. എന്തിനാ? ടു ഓവർകം ദാറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ്, അതിനെ മറികടക്കാൻ. പക്ഷെ ആ ഒരു എഫേർട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടുത്തെ ക്രൈസിസിനെ മറികടക്കാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവസാന ഒരു വഴി കണ്ടെത്തി. എന്തായിരുന്നു? He decided to impose maximum taxes over third estate. ഏറ്റവും കൂടുതൽ ആളുകളുള്ള 95% ആളുകൾ ഉൾപ്പെടുന്ന തേർഡ് എസ്റ്റേറ്റിന് മേലെ എന്ത് ചെയ്യാം? മാക്സിമം ടാക്സ് ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. ആര്? ലൂയി 16. എന്തിന്? ടു ഓവർകം ദാറ്റ് ക്രൈസിസ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ദ തേർഡ് എസ്റ്റേറ്റ് പ്രൊട്ടസ്റ്റഡ്. അതിനെതിരെ ആരെ എതിർത്തു? പ്രതിഷേധിച്ചു. തേർഡ് എസ്റ്റേറ്റ്. സോ ദാറ്റ് ലെഡ് ടു ഫ്രഞ്ച് റവല്യൂഷൻ. അത് എന്തിലേക്ക് നയിച്ചു? ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചു. അപ്പൊ ഇതാണ് എന്ത് കാരണം? വിപ്ലവത്തിന്റെ രാഷ്ട്രീയ